നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷ്രിമ്പും കോക്കനട്ട് സ്ലൈസ് കൂടിയിട്ടുള്ള ഒരു ഫ്രൈ എടുക്കുന്നത്. ഓക്കെ, നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഷ്രിമ്പ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക, പിന്നെ കോക്കനട്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നു, പിന്നെ ഞാൻ ആവശ്യമുള്ള സാധനം വെച്ചാൽ ഓണിയൻ, കുറച്ച് ഗാർലിക്, ജിഞ്ചർ, കുറച്ച് ഗ്രീൻ ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, കറി ലീഫ്. ഓക്കെ, അപ്പോൾ ഈ ഷ്രിമ്പിന് വരെ നിങ്ങൾക്ക് ചെറിയ പ്രോണില്ലേ, മറ്റേ കൊഞ്ച് ചെറിയ, അതായാലും നല്ലതായിരിക്കും ഉണ്ടാക്കാൻ. അപ്പം ഞാനിത് ഷ്രിമ്പ് വലുതായതുകൊണ്ട് ഞാൻ ഈ സ്ലൈസ് ചെയ്തേക്കുന്ന കോക്കനട്ട് വലിയ പീസായിട്ട് വെച്ചേക്കുക. നിങ്ങളിപ്പം ചെറിയ കൊഞ്ച് ആണെങ്കിൽ ഇത്ര ചെറുതാക്കണം ഈ സ്ലൈസ്. ആവശ്യമുള്ള പൊടികൾ എന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ടർമറിക് മസാല, പിന്നെ ഗരം മസാലയും, പിന്നെ കുറച്ച് പെപ്പർ പൊടിച്ചത്. ഓക്കെ, പെപ്പറൊക്കെ ഫ്രഷ് ആയിട്ടുള്ള പെപ്പർ ഇടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നതിന്. അതുപോലെ മസാലയാണെങ്കിലും ഞാൻ മട്ടൻ കറി ഉണ്ടാക്കുന്നതിനകത്ത് മസാല ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാം എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ഇതിപ്പോൾ ഓൾറെഡി പൊടിച്ച് വെച്ചേക്കുക, പെരുംജീരകവും സിനമണും ക്ലോവ്സും കുറച്ച് ഏലക്കായും എല്ലാം കൂടിയിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് മസാല ഏതെങ്കിലും മസാല യൂസ് ചെയ്യും, ഗരം മസാല, മട്ടൻ മസാല, ഗരം മസാല എന്തെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും മസാല കുറച്ചെടുക്കുക. അത്രയും ഈ 4 പൊടികളാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കാം. നമുക്കിനിപ്പം ഈ ഉള്ളിയും ഈ ജിഞ്ചറും ഗാർലിക്കും ഒക്കെ അരിഞ്ഞു വെക്കാം. ചെറിയ ഉള്ളിയും മുളകും ജിഞ്ചറും കൂടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതില്ല, അതൊന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചിട്ട് നമുക്ക് ആ പൊടികളൊക്കെ ഇടാം. ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതിനെ. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് സാൾട്ടും പിന്നെ കുറച്ച് ഓയിലും വേണം. ഓക്കെ, കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചേക്കുന്നത്. നമുക്കിതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ബാക്കി ആ പൊടികളില്ലേ ആ പൊടിയും കൂടി ഇട്ട് കുറച്ച് ഈ നമ്മളെടുത്ത് വെച്ചേക്കുന്ന പൊടികളിൽ നിന്ന് കുറച്ച് ചില്ലി പൗഡറും ടർമറിക് പൗഡറും ഒരിത്തിരി മസാലയും കൂടെ ഇട്ടിട്ട്, മസാല കുരുമുളക് കൂടെ കുറച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യും. കുറച്ച് പൊടി ഞാൻ ഇതിനകത്തിട്ട് ഇട്ടുകൊടുക്കും. ഇതുകൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഷ്രിമ്പിനകത്ത് ഇട്ട് കൊടുക്കാം. അതിനകത്ത് നിന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ, ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇട്ടു. ഇനി നമ്മൾക്ക് ആ ഇതല്ലേ ആ കോക്കനട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്ലൈസ് ചെയ്ത കോക്കനട്ടൂടെ ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്ത് ഇനിയിപ്പം ഷ്രിമ്പിനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതോടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇനി ഞാൻ ആ ഷ്രിമ്പൂടെ ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഗാർലിക്ക് എടുത്തിട്ടില്ല. ഓക്കെ, ഗാർലിക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചതച്ചിട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് എടുക്കാനാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഇപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉള്ള ഉപ്പ് നിങ്ങളിടണം. പിന്നെ കുറച്ച് കറി ലീഫ് കൂടെ ഇതിനകത്ത് ഇടാം. കറി ലീഫ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്ന് ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാൻ അതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എന്ന് വെച്ചാൽ അതിനകത്ത് ഓണിയനും ഷ്രിമ്പിന്നൊക്കെ ഇനിയിപ്പോൾ വെള്ളം വരുമായിരിക്കും. ഓക്കെ, അപ്പം ആ വെള്ളത്തിലിരുന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഓക്കെ, ലോ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ അടച്ചു വെച്ചത് അപ്പം ഇത് ഇങ്ങനെ ഇതിനകത്തൊന്നും വെള്ളം വരുന്നുണ്ട്. ഓക്കെ, ഈ ഓണിയനകത്തൊന്നും ഷ്രിമ്പിനകത്ത്. അപ്പം ഞാനിതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒത്തിരി ഷ്രിമ്പിന് ഒത്തിരി നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ചങ്ങ് വെള്ളം വറ്റിച്ചെടുത്താലൊന്ന് വയ്ക്കുക. ഓക്കെ, ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് വെച്ച്. എന്നിട്ട് ഈ ഓണിയനകത്തൊന്നും ഷ്രിമ്പിനും പിന്നെയും വെള്ളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതങ്ങ്
ഇത് ഓൾറെഡി വെന്തായിരുന്നു ഷ്രിമ്പ്. ഒരു 2-3 മിനിറ്റ് മതി. പിന്നെ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കിടന്നിട്ട് പിന്നെ ഷ്രിമ്പ് അങ്ങ് ഷ്രിങ്ക് ചെയ്ത് പോകും. അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഇങ്ങനെയും ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം, ഒത്തിച്ചെടുക്കാം. പിന്നെ ഈ ഓണിയനും ഷ്രിമ്പിനും ഒക്കെ ഉള്ള ആ വെള്ളം വരും, അത് വെച്ചിട്ട് വേവാനുള്ളത് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത് ആയിക്കോളും. ഷ്രിമ്പ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാൻ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഒരു 4 മിനിറ്റ് ഇങ്ങനെ വേവിക്കുക, അടച്ച് വെച്ചിട്ട് വേവിക്കുക. പിന്നെ വെള്ളം ഒത്തിരിയാണെങ്കിൽ തുറന്ന് വെച്ചിട്ട് അതങ്ങ് വറ്റിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഓയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കത് ഒന്ന് വെളിച്ചെണ്ണയിട്ട് മൂപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഗാർലിക് എടുത്ത് വെച്ചിട്ടില്ലേ, അപ്പം ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് ഒരു 2 ചില്ലിയും കൂടി ഇതിനകത്തിട്ടിട്ടുണ്ട്. അത് രണ്ടോടെ ഒന്ന് ചതച്ച് എടുക്കണം. ആദ്യം ഗാർലിക് ഞാൻ ഷ്രിമ്പ് വേവിച്ചതിനകത്ത് ഇട്ടിട്ടില്ല. ഓക്കെ, ആ എടുത്ത് വെച്ചത് ഞാനിപ്പോൾ ചതച്ച് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചിട്ടാണ് ഈ ഷ്രിമ്പ് അതിനകത്തോട്ട് ഇടുന്നത്. ഇതിപ്പോൾ അത് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൊടികളും ബാക്കിയിരിക്കുന്ന പൊടികളില്ലേ, അതും അതിനകത്തിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ, ഓക്കെ, കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട്, ശരിക്കും ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഓക്കെ, മീഡിയം ഫ്ലെയിം, ലോ ഫ്ലെയിം ഒത്തിരി ചൂട് കൂട്ടി വെച്ച് ആക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത് ഇട്ടു. ഇനി നമുക്ക് ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ചതച്ച് വെച്ച ഇതില്ലേ ഗാർലിക്കും ആ 2 ചില്ലിയും കൂടെ ഉള്ള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ആ കറി ലീഫ് കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ചതച്ച് വെച്ച ആ ഗാർലിക്കും 2 ഗ്രീൻ ചില്ലി ഉണ്ടായിരുന്നു, പിന്നെ ആ കറി ലീഫ് അതിനകത്ത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആ പൊടിയില്ല, ബാക്കിയിരിക്കുന്ന പൊടിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച് ഷ്രിമ്പ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഗാർലിക്ക് ഇങ്ങനെ മൂപ്പിക്കുമ്പം ചെറിയ ഫ്ലെയിമിൽ വെച്ച് വെക്കുന്നതാണ് നല്ലതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ഇത് കരിഞ്ഞ് പോകും. ഈ ഗാർലിക്ക് ഇങ്ങനെ കരിഞ്ഞിട്ട് കിടക്കുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഫുഡിനൊക്കെ. അതുകൊണ്ട് നമ്മൾ ഗാർലിക്ക് ഫ്രൈ ചെയ്യുമ്പം എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലത്. മട്ടനോ ഫിഷോ എന്തുണ്ടാക്കുമ്പോഴും ഗാർലിക്കൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് നല്ലത്. അപ്പോൾ ഈ ഗാർലിക്ക് നന്നായിട്ട് ഇങ്ങനെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ഇടാം. ഞാൻ കുറച്ച് പൊടി അത് ഷ്രിമ്പ് വേവിച്ചപ്പോൾ ഇട്ടായിരുന്നു. ബാക്കി ഇരിക്കുന്ന പൊടികളായത്, അതാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നതിനകത്തോട്ട് ഇടേണ്ടത്. ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഞാനിത് ബാക്കിയുള്ള കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് മസാല ഇട്ടു കൊടുത്തു. പിന്നെ ടർമറിക് പൗഡർ, ബാക്കി ഇതില്ലേ നമ്മൾ കുരുമുളക് ചതച്ച് വെച്ചില്ല, അത് പെപ്പർ ക്രഷ് ചെയ്ത് വെച്ചതും കൂടെ ഇതിനകത്ത് ഇട്ടു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഷ്രിമ്പ് കൂടെ അതിനകത്ത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആ പൊടികൾ ഞാൻ ഇട്ട് അതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷ്രിമ്പ് ഫ്രൈ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഇതിൽ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി. അതിനകത്ത് കിടക്കുന്ന കോക്കനട്ട് സ്ലൈസ് ചെയ്തിട്ടില്ല, അതൊക്കെ ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരണം. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കോക്കനട്ട് സ്ലൈസിനൊക്കെ. നിങ്ങൾ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ കുറച്ചിങ്ങനെ മാറ്റിയിട്ട്
മസാലയോ അല്ലെങ്കിൽ മുളക് പൊടിയോ കുരുമുളകോ എന്തെങ്കിലും കുറവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് എൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ ഇത്തിരിയും കൂടെ മസാല എൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇതിപ്പം ഒന്നുകൂടെ നിന്നിട്ട് നമുക്ക് എടുക്കാം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും പൊടി ഇപ്പോൾ കുറവാണെന്ന് തോന്നി നിങ്ങൾ ഇതൊന്ന് മാറ്റിയിട്ട് അത് പൊടി ഒന്ന് നടുക്കിട്ട് മസാലയോ കുരുമുളകോ എരിവ് ഒക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് ഇതിനകത്തിട്ടിരിക്കുന്ന ആ കോക്കനട്ട് സ്ലൈസില്ലേ അതും പിന്നെ ആ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഇത് വറുത്ത് വന്നാൽ മതി. ഓക്കെ, ഷ്രിമ്പ് അങ്ങനെ ഒത്തിരി നമ്മൾ വറുക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല യമ്മി ആയിട്ടുള്ള ഒരു ഷ്രിമ്പ് വഴറ്റിയത്. ഞാനൊരു സർവിങ് ബൗളിലോട്ട് ഇതിനെ മാറ്റാൻ പോവാം. ഇതിപ്പോൾ ഞാനൊരു ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല റിയലി ടേസ്റ്റി ആയിട്ടുള്ള അതിനകത്ത് ഞാൻ പല കോക്കനട്ട് സ്ലൈസൊക്കെ എടുക്കുന്നുണ്ടോ, അതും ആ ഓണിയനും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നന്നായിട്ട് എടുത്താൽ മതി. ഷ്രിമ്പ് ഒത്തിരി നിങ്ങളിങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി. നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷ്രിമ്പ് വഴറ്റിയതാ. ഞാനൊരെണ്ണം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആ കോക്കനട്ടൊക്കെ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല റിയലി ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കുക, ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ്. ബൈ.